നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ പുതിയൊരു ഉപാധ്യായം ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ആരണേയ പർവ്വം എന്നാണ് ഉപാധ്യായത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എന്നെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരാണുള്ളത്. അപ്പം അവരിൽ ഒരാൾ എന്നെ അമേരിക്കയിൽ നിന്നും വിളിച്ചിരുന്നു. അപ്പം പുള്ളിക്കാരി പറഞ്ഞത് ഇത് തുടരണം, നിങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ അത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം കേൾക്കുന്നവരെ താല്പര്യത്തോടു കൂടിയിട്ട് കേൾക്കുന്നവരുണ്ടെന്ന് അറിയുമ്പോൾ ഉറപ്പായിട്ടും പറയുന്നവർക്ക് അതൊരു വലിയ സന്തോഷവും ആശ്വാസമൊക്കെ തരുന്ന കാര്യമാണ്. ഇതിൻ്റെ പുറകെ വരുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് അറിയാം. എന്നാലും ഇതൊരു യൂട്യൂബിലൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഞാനിങ്ങനെ ഇടുകയാണ്. ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ബാക്കിയുള്ള വരും തലമുറകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കഥാഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുകയാണ്, കൃഷ്ണയെ തട്ടിക്കൊണ്ടുപോയത് മൂലം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച പാണ്ഡവർ അവളെ വീണ്ടെടുത്തതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്തത്? അപ്പം വൈശമ്പായനൻ അതിന് ഉത്തരമായിട്ട് കഥ തുടരുകയാണ്. ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വലിയ വിഷമം അനുഭവിച്ച പാണ്ഡവർ വീണ്ടും ദൈതവനം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. രുചികരമായിട്ടുള്ള പഴങ്ങളും കിഴങ്ങുകളും നിറഞ്ഞതും മനോഹരമായിട്ടുള്ള മരങ്ങളുള്ളതുമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള സ്ഥലമായിരുന്നു അത്. മിതമായ ആഹാരം കഴിക്കുന്നവരായിട്ടുള്ള പാണ്ഡവരെ പഴങ്ങളും കിഴങ്ങുകളും ഭക്ഷിച്ച് ഭാര്യയായിട്ടുള്ള ദ്രൗപദിയോടൊപ്പം വളരെ സുഖമായിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ദൈതവനത്തിൽ താമസിക്കുമ്പോൾ യുധിഷ്ഠിരനും സഹോദരന്മാർക്കും ഒരു ബ്രാഹ്മണന് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള ഒരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നു. അത് എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. തപസ്വിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ അരണിക്കടക്കോലുകൾ തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഈ കടയുന്ന തടികൾക്കാണ് അരണിത്തടികൾ എന്ന് പറയുന്നത്. അത് ഉരസിക്കൊണ്ടിരുന്ന ഒരു മാനിൻ്റെ കൊമ്പിൽ കുടുങ്ങി. അരണി കുടുങ്ങി ആ മൃഗം പരിഭ്രമിച്ച് അതിവേഗത്തിൽ ഓടിപ്പോകുന്നത് ബ്രാഹ്മണൻ കണ്ടു. തൻ്റെ അരണി കിട്ടാതെ ആയാൽ ഹോമം ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് ആ ബ്രാഹ്മണൻ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ സഹോദരന്മാരോടൊപ്പം ഇരിക്കുകയായിരുന്നു ആ യുധിഷ്ഠിരൻ. രാജാവിൻ്റെ അടുത്തെത്തിയ ബ്രാഹ്മണൻ തൻ്റെ സങ്കടം അറിയിച്ചു. മരക്കൊമ്പിൽ വെച്ചിരുന്ന അരണിയും കടക്കോലും ദേഹം ഉരസിക്കൊണ്ടിരുന്ന ഒരു മാനിൻ്റെ കൊമ്പിൽ തങ്ങിപ്പോയി. അതിനെയും എടുത്ത് ആ മൃഗം പേടിച്ച് ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അതിൻ്റെ വഴി നോക്കി ചെന്ന് മാനിനെ കണ്ടുപിടിച്ച് അഗ്നിഹോത്രം മുടങ്ങാത്ത രീതിയിൽ നിങ്ങളത് എനിക്ക് കൊണ്ട് തന്നാലും. ബ്രാഹ്മണൻ്റെ വാക്ക് കേട്ട് വിഷമത്തോടെ യുധിഷ്ഠിരൻ വില്ലും അമ്പുമെടുത്ത് സഹോദരന്മാരോടൊപ്പം ബ്രാഹ്മണന് വേണ്ടി മൃഗത്തിൻ്റെ വഴിയെ പിന്തുടരാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അവർ മാനിനെ പിന്തുടർന്നു. മാൻ അവരുടെ കാഴ്ചയിൽപ്പെട്ടുവെങ്കിലും മൂർച്ചയുള്ള ആയുധങ്ങൾ മാനിനേരെ ആ വീരന്മാർ ഉപയോഗിച്ചില്ല. അതിനെ ജീവനോടെ പിടിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ആ മൃഗം അവരുടെ പിടിയിൽപ്പെടാതെ വീണ്ടും ഓടി എവിടെയോ പോയി മറഞ്ഞു. മാനിനെ അന്വേഷിച്ച് കാണാതായിട്ടുള്ള ആ ധീരന്മാർ വലിയ കാട്ടിൽ തളർന്നുപോയി. ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശപ്പും ദാഹവും സഹിച്ച് ചെന്നിരുന്നു. ദാഹത്താൽ വല്ലാതെ തളർന്ന നകുലൻ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ വംശത്തിൽ ആരും മടി കാരണം സമ്പത്തോ ധർമ്മമോ നേടാതെ ഇരുന്നിട്ടില്ല. ആർക്കും ഉത്തരം പറയാനില്ലാത്തവരാണ് നാം. എല്ലാ ജീവികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരായ നമ്മൾ ഇപ്പോൾ ഇത്രയും വലിയ കഷ്ടപ്പാടിൽ പെട്ടുപോയല്ലോ. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ആപത്തിന് അതിരുകളില്ല. എന്തുകൊണ്ടാണ് ആപത്ത് വന്നതെന്നോ ഇതിൻ്റെ ഫലം എന്താണെന്നോ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരു കാര്യമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള ധർമ്മമാണ് പുണ്യത്തെയും പാപത്തെയും വേർതിരിച്ച് കാണിക്കുന്നത്. ഇത് കേട്ടിട്ട് ഭീമൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? പാഞ്ചാലിയ സഭയിലേക്ക് ഒരു ദാസിയെപ്പോലെ കൊണ്ടുപോകുന്ന ആ സമയത്ത് അവരെയൊക്കെ കൊന്നു തീർക്കാൻ നല്ല അവസരമായിരുന്നു. അന്ന് അത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സങ്കടത്തിൽപ്പെട്ടത്. ഇത് കേട്ടിട്ട് അർജുനൻ പറഞ്ഞു, അസ്ഥി പോലും പിളരുന്ന രീതിയിൽ ഇത്രയും കഠിനമായിട്ടുള്ള വാക്കുകൾ ആ കർണം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ക്ഷമിക്കുകയാണല്ലോ ചെയ്തത്. അതിൻ്റെ ഫലമാണിപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഈ ദുഃഖം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹദേവൻ പറഞ്ഞു, ചൂതുകളയിൽ ശകുനി നിങ്ങളെ തോൽപ്പിച്ചപ്പോൾ ആ ശകുനിയെ അന്ന് തന്നെ ഞാൻ കൊല്ലാതിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായത്. വൈശമ്പായനൻ തൻ്റെ കഥ തുടരുകയാണ്. തൻ്റെ സഹോദരങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് യുധിഷ്ഠിരൻ നകുലിനോട് പറഞ്ഞു, ഇടൂ നകുല, നീ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി എല്ലാ ദിക്കുകളിലേക്കും നോക്കൂ. വെള്ളമോ വെള്ളത്തിനടുത്ത് നിൽക്കുന്ന മരങ്ങളോ കാണാനുണ്ട് എന്ന് നോക്കൂ. നിൻ്റെ സഹോദരങ്ങൾ വല്ലാതെ ദാഹിച്ച് തളർന്നിരിക്കുന്നുവാണല്ലോ. നിൻ്റെ സഹോദരങ്ങൾ വല്ലാതെ ദാഹിച്ച് തളർന്നിരിക്കുകയാണ്. ഞാൻ ചെന്ന് നോക്കി വരാം എന്ന് പറഞ്ഞ് നകുലൻ ഉയരമുള്ള ഒരു മരത്തിൽ പിടിച്ചു കയറി. ചുറ്റും നോക്കിയതിന് ശേഷം ജ്യേഷ്ഠൻ്റെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു, രാജാവേ, ഞാൻ വളരെ ജലമുള്ള ഒരിടത്തെ മാതിരി മരക്കൂട്ടത്തെ കണ്ടു. പക്ഷികളുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അവിടെ തീർച്ചയായും വെള്ളമുണ്ടാകും. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, എടൂ നകുല, നീ പോയ നാഴിയിൽ വെള്ളം നിറച്ചുകൊണ്ട് വരിക. ഇത് കേട്ടിട്ട് നകുലൻ ഞാൻ ഉടനെ പോയി വരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വെള്ളമുള്ളിടത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സരസപ്പക്ഷികൾ കളിക്കുന്ന തെളിഞ്ഞ വെള്ളമുള്ള ഒരു പൊയ്ക കണ്ടു. അവൻ അതിലിറങ്ങി വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു. ഹേ ശ്രേഷ്ഠ, സാഹസം ചെയ്യരുത്. ഇത് എൻ്റെ പണ്ടേയുള്ള സ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിനക്ക് കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. നകുലിന് വല്ലാതെ ദാഹമുണ്ടായിരുന്നു. അവൻ ആ വാക്ക് വകവയ്ക്കാതെ തണുത്ത വെള്ളം കുടിച്ചു. കുടിച്ചുടനെ അവൻ മരിച്ചു വീണു. നകുലൻ പോയി മടങ്ങി വരാൻ വൈകിയപ്പോൾ യുധിഷ്ഠിരൻ ശത്രുക്കളെ ജയിക്കുന്നവനായ സഹദേവനോട് പറഞ്ഞു, സഹദേവ,
നകുലിനെ കാണാനില്ലല്ലോ, എന്താണ് താമസിക്കുന്നതെന്ന് അറിയുന്നില്ല. നീ ഉടനെ പോയി അവനെയും കൊണ്ട് വെള്ളവുമായി എത്തുക, പെട്ടെന്ന് പോവുക. ജ്യേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട സഹദേവൻ നകുലൻ പോയ വശത്തേക്ക് ചെന്നു. കുളത്തിൻ്റെ തീരത്തെത്തിയപ്പോൾ ജ്യേഷ്ഠനായിട്ടുള്ള നകുലൻ ഭൂമിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. സഹോദരൻ്റെ മരണത്തിൽ ദുഃഖിച്ചും ദാഹം കൊണ്ട് വലഞ്ഞും അവൻ വെള്ളത്തിലേക്ക് പാഞ്ഞു. അപ്പോൾ ഇപ്രകാരം ഒരു ശബ്ദം കേട്ടു: ഹേ കുട്ടി, സാഹസം ചെയ്യരുത്. ഇത് എൻ്റെ പണ്ടേയുള്ള സ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. ആ വാക്ക് വകവയ്ക്കാതെ ദാഹത്തിൻ്റെ ശക്തി മൂലം സഹദേവനും ആ തണുത്ത വെള്ളം കുടിച്ചു. കുടിച്ച നിമിഷങ്ങൾക്കകം അവനും മറിഞ്ഞു വീണ് മരിച്ചു. പിന്നെയും കുറേ കഴിഞ്ഞിട്ടും രണ്ടുപേരെയും കാണാതായപ്പോൾ ധർമ്മപുത്രൻ അർജുനനോട് പറഞ്ഞു: ഇടൂ, ശത്രുക്കളെ തകർക്കുന്നവനായ അർജുന, നിന്റെ അനുജന്മാരെ രണ്ടുപേരെയും കാണാനില്ല. എന്തുകൊണ്ടാണ് അവർ വരാത്തതെന്നറിയില്ല. നീ ഉടനെ പോയി അവരെ രണ്ടുപേരെയും വെള്ളവുമായി കൂട്ടിക്കൊണ്ടുവരും. ദുഃഖിക്കുന്ന ഞങ്ങൾക്കൊക്കെ അർജുന, നീയാണല്ലോ ഒരേയൊരു ആശ്രയം. ഇപ്രകാരം ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ട് അർജുനൻ അമ്പും വില്ലുമായിട്ട് പുറപ്പെട്ടു. ബുദ്ധിമാനായിട്ടുള്ള അർജുനൻ ആ കുളത്തിനടുത്ത് ചെന്നു. വെള്ളം കൊണ്ടുവരാൻ പോയ പുരുഷസിംഹങ്ങളായിട്ടുള്ള ആ രണ്ടുപേരും അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. ഉറങ്ങിക്കിടക്കുന്നതുപോലെ കുളത്തിൻ്റെ തീരത്ത് മരിച്ചു കിടക്കുന്ന ആ സഹോദരന്മാരെ കണ്ട് അർജുനൻ സങ്കടത്തോടെ വില്ലുയർത്തി ചുറ്റുമൊന്ന് നോക്കി. ഭയങ്കരമായിട്ടുള്ള കാട്ടിൽ നിന്ന് ഒരു ജീവിയെ പോലും കാണാനില്ലായിരുന്നു. പിന്നീട് വെള്ളം കണ്ടപ്പോൾ അർജുനൻ വെള്ളത്തിനടുത്തേക്ക് ചെന്നു. ദാഹം കൊണ്ട് തളർന്നവനായിട്ടുള്ള അർജുനൻ വെള്ളത്തിനടുത്തേക്ക് കുതിച്ചപ്പോൾ ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു: എടോ കുന്തിപുത്ര, നീ വെള്ളത്തിനടുത്തേക്ക് പോകണ്ട. ശക്തി കൊണ്ട് ഇത് നേടുക സാധ്യമല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി പറഞ്ഞാൽ നിനക്ക് വെള്ളം കുടിക്കാം, കൊണ്ടുപോവുകയും ചെയ്യാം. ഇപ്രകാരം പറഞ്ഞ അദൃശ്യ ജീവിയോട് അർജുനൻ പറഞ്ഞു: ധൈര്യമുണ്ടെങ്കിൽ നീ നേരിട്ട് എൻ്റെ മുന്നിൽ വരിക, അപ്പോൾ കാണാം. അമ്പേറ്റ നീ പിന്നെ ഒന്നും പറയുകയില്ല എന്ന് പറഞ്ഞ് അർജുനൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പുകൾ എയ്തു. പലതരം മൂർച്ചയുള്ള അമ്പുകൾ ആ വീരൻ ആ ദിക്കിലേക്ക് വർഷിച്ചു. ദാഹം കൊണ്ടുള്ള കഷ്ടപ്പാടോടുകൂടിയിട്ട് അർജുനൻ അനേകം അമ്പുകൾ ആകാശത്തേക്ക് തൊടുത്തുവിട്ടു. യക്ഷൻ പറഞ്ഞു: എടോ അർജുന, ഈ പരിശ്രമം കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം നീ വെള്ളം കുടിക്കുക. അല്ലാതെ വെള്ളം കുടിച്ചാൽ നീയും മരിക്കും. ഇപ്രകാരം യക്ഷൻ പറഞ്ഞത് കേട്ടിട്ട് അർജുനൻ ആ വാക്ക് വകവയ്ക്കാതെ വെള്ളം കോരി കുടിച്ചു. ഉടനെ അവനും നിലംപതിച്ചു. അർജുനനെയും കാണാതായപ്പോൾ പരിഭ്രമിച്ച ധർമ്മപുത്രർ ഭീമനോട് പറഞ്ഞു: നകുലനും സഹദേവനും അർജുനനും വെള്ളത്തിന് പോയിട്ട് കുറേ നേരമായല്ലോ, അവരെ ആരെയും കാണാനില്ലല്ലോ. ഭീമ, നിനക്ക് ഗുണം വരട്ടെ. നീ ഉടനെ പോയി അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വെള്ളവുമായിട്ട് വരൂ. ഇത് കേട്ട ഉടനെ ഭീമസേനൻ ആ സ്ഥലത്തേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ അത്ഭുതം, അനുജന്മാരെല്ലാവരും വീണ് കിടക്കുന്നു. അവരെ കണ്ട് അതിയായിട്ടുള്ള ദുഃഖത്താലും ദാഹം കൊണ്ട് വലഞ്ഞും അവൻ നടന്നു. അവനിങ്ങനെ ചിന്തിച്ചു: ഇത് ചെയ്തത് ആ രാക്ഷസന്മാരാണ്. ഇവരുമായിട്ട് ഒരു പോരാട്ടം നടത്തുക തന്നെ വേണം. എന്തായാലും വെള്ളം കുടിച്ച് ദാഹം തീർക്കട്ടെ. ഇപ്രകാരം പറഞ്ഞ ഭീമൻ കുളത്തിൻ്റെ അടുത്തേക്ക് കുതിച്ചു. അപ്പോൾ വീണ്ടും അശരീരി കേട്ടു: ഹേ ഭീമ, നീ സാഹസം ചെയ്യരുത്. ഇത് എൻ്റെ പണ്ടേയുള്ള സ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാം, കൊണ്ടുപോവുകയും ചെയ്യാം. ഈ അശരീരിയെ വകവയ്ക്കാതെ ഭീമൻ പോയി വെള്ളം കുടിക്കുകയും ഉടനെ തന്നെ അവിടെ വീണ് മരിക്കുകയും ചെയ്തു. ഭീമനെയും കാണാതായപ്പോൾ കുറേ നേരം കാത്തിരുന്ന യുധിഷ്ഠിരൻ ഇപ്രകാരം വീണ്ടും പറഞ്ഞു: എന്താണ് മാദ്രീപുത്രന്മാരെ കാണാത്തത്? ശക്തനായിട്ടുള്ള ഭീമൻ എന്താണ് താമസിക്കുന്നത്? അർജുനനെയും കാണുന്നില്ലല്ലോ. ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ തന്നെ അവരെ അന്വേഷിച്ച് പൊയ്കയിലേക്ക് പോകാം. യുധിഷ്ഠിരൻ വെന്ത് നിറഞ്ഞ ഹൃദയത്തോടെ ആ പൊയ്കയിലേക്ക് പുറപ്പെട്ടു. പിന്നെയും യുധിഷ്ഠിരൻ തന്നെ ചിന്തിച്ചു: ഈ കാട് ഇത്ര മോശമാണോ? ആരെങ്കിലും അവമാനിച്ചതുകൊണ്ട് ശാപം കിട്ട് പോയതാണോ അവർ ചെന്ന ഭാഗത്ത് വെള്ളം കണ്ടില്ലെന്ന് വരുമോ? കാട്ടിലെങ്ങും വെള്ളം കാണാതെ അവർ നടക്കുകയാണോ? ആ വീരന്മാർ മടങ്ങി വരാത്തതിൻ്റെ കാരണം എന്താണ്? പ്രകാരം പലവിധ ചിന്തകളോടെ യുധിഷ്ഠിരൻ ആ വിജനമായിട്ടുള്ള ഭയങ്കര വനത്തിലൂടെ പൊയ്കയെ ലക്ഷ്യമാക്കി നടന്നു. പൊയ്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സ്വർണം കൊണ്ട് പടവുകൾ കെട്ടിയതും ഭംഗിയേറിയതുമായിട്ടുള്ള വിശ്വകർമാവ് നിർമ്മിച്ചതുപോലെ ഹൃദയം കവരുന്നതുമായിട്ടുള്ള ഒരു പൊയ്ക അദ്ദേഹം കണ്ടു. താമരകൾ വിരിഞ്ഞു നിൽക്കുന്നതും പലതരത്തിലുള്ള വൃക്ഷങ്ങൾ തീരങ്ങളിൽ വളർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ആ പൊയ്ക തളർന്നവനായിട്ടുള്ള യുധിഷ്ഠിരൻ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നു. വൈശമ്പായനൻ തൻ്റെ കഥ തുടരുകയാണ്. യുധിഷ്ഠിരൻ കൗതുകത്തോടെ കുളത്തിനടുത്തെത്തി. ആ കുളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു. ഇന്ദ്രന് തുല്യരായിട്ടുള്ള തൻ്റെ സഹോദരന്മാർ ലോകാവസാന കാലത്ത് സ്ഥാനത്തു നിന്ന് വീണുപോയ ദേവന്മാരെ പോലെ മരിച്ച് ഭൂമിയിൽ കിടക്കുന്നു. വില്ലും അമ്പും ചിതറി വീണ് കിടക്കുന്ന നിലയിൽ അർജുനൻ മരിച്ചു കിടക്കുന്നു. ഭീമസേനും മാതൃപുത്രന്മാരും മരിച്ചനക്കമില്ലാതെ കിടക്കുന്നു. ചലനമില്ലാതെ വീണ് കിടക്കുന്ന സഹോദരങ്ങളെ നോക്കി ദുഃഖത്താൽ ദീർഘമായിട്ടുള്ള ശ്വാസം വിട്ടും കണ്ണീരൊഴുക്കിക്കൊണ്ടും യുധിഷ്ഠിരൻ അവിടെ നിന്നു. ദുഃഖത്താൽ വലഞ്ഞ യുധിഷ്ഠിരൻ ഓരോരുത്തരെയും പറ്റി വിലപിച്ച് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. എടോ ഭീമ, ദുര്യോധനൻ്റെ തുടകൾ യുദ്ധത്തിൽ ഗത കൊണ്ട് അടിച്ചൊടിക്കുമെന്ന് നീ ശപഥം ചെയ്തിരുന്നതാണല്ലോ. മഹാബലവാനായിട്ടുള്ള നിന്റെ ആ ശപഥങ്ങളെല്ലാം വെറുതെയായല്ലോ. സാധാരണ മനുഷ്യരെയൊക്കെ മരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കാതെ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള മഹാന്മാർ പറഞ്ഞ കാര്യങ്ങൾ വെറുതെയാകുമോ? അർജുന, നീ ജനിച്ചപ്പോൾ ഇവൻ ഇന്ദ്രനേക്കാൾ ശക്തനാകുമെന്ന് ദേവന്മാർ പറഞ്ഞില്ലേ? ഇവർക്ക് നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം ഇവൻ വീണ്ടെടുക്കും, യുദ്ധത്തിൽ ഇവനെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ല എന്നൊക്കെയാണല്ലോ അന്ന് കേട്ടത്. ആ അർജുനൻ എങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങിയത്? എൻ്റെ സകല പ്രതീക്ഷകളും തകർത്ത് അർജുനനിതാ നിലത്ത് മരിച്ചു കിടക്കുന്നു. ഇവൻ കൂടെയുള്ള ധൈര്യത്തിലല്ലേ ഈ ദുഃഖങ്ങളെല്ലാം ഞാൻ സഹിച്ചത്?
യുദ്ധത്തിൽ ഒരിക്കലും പിഴക്കാത്തവരും ശത്രുക്കൾ ഭയക്കുന്നവരുമായിട്ടുള്ള ഈ ബലവാന്മാർ എങ്ങനെയാണ് ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടത്? ഒരസ്ത്രവും ഏൽക്കാത്തവരായിരുന്നല്ലോ ഈ ഭീമനും അർജുനനും. എൻ്റെ മനസ്സ് കരിമ്പാറ പോലെ കഠിനമാണ്. ഈ സഹോദരന്മാർ മരിച്ചു കിടക്കുന്ന കണ്ടിട്ടും എൻ്റെ മനസ്സ് തകരുന്നില്ലല്ലോ. ധീരരായിട്ടുള്ള നിങ്ങൾ ശത്രുക്കൾക്കെതിരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വീണു പോയത് എങ്ങനെയാണ്? ശരീരത്തിൽ ഒരു മുറിവ് പോലുമില്ല, വില്ലൊടിഞ്ഞിട്ടുമില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ മരിച്ചു വീഴാൻ എന്താണ് കാരണം? അവിടെ വീണ് കിടക്കുന്ന തൻ്റെ സഹോദരങ്ങളെ കണ്ടിട്ട് യുധിഷ്ഠിരൻ വല്ലാതെ ദുഃഖിച്ചു. ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന് ബുദ്ധിമാനായിട്ടുള്ള യുധിഷ്ഠിരൻ ആലോചിച്ചു. ഇതിൻ്റെ കാരണം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി തൻ്റെ ബുദ്ധി കൊണ്ട് ആരാണ് ഈ വീരന്മാരെ വീഴ്ത്തിയതെന്ന് അദ്ദേഹം വളരെ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ഇവരുടെ ശരീരത്തിൽ നിന്നും ആയുധം കൊണ്ടിട്ടുള്ള മുറിവുകളില്ല, അടികിട്ടതിൻ്റെ പാടുമില്ല. അതുകൊണ്ട് മനുഷ്യരാരുമല്ല എൻ്റെ സഹോദരന്മാരെ വീഴ്ത്തിയത്, ഇക്കാര്യം തീർച്ചയാണ്. പിന്നെ ആരായിരിക്കും? ഭൂതമാണ് വീഴ്ത്തിയതെന്നതിന് യാതൊരു സംശയവുമില്ല. ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും വെള്ളം കുടിച്ചതിന് ശേഷം ബാക്കി ചിന്തിച്ച് കണ്ടുപിടിക്കുക. ഇത് ദുര്യോധനൻ്റെ രഹസ്യമായിട്ടുള്ള പണിയാകാനാണ് സാധ്യത. കുടിലബുദ്ധിയായിട്ടുള്ള ശകുനിയുടെ വിദ്യയാണിത്. ആ ദുഷ്ടൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. ആ ദുഷ്ടൻ്റെ രഹസ്യപ്പടയാളികൾ പറ്റിച്ച പണിയാണിത്. അല്ലാതെ വേറെ ഒന്നുമാകാൻ യാതൊരു തരവുമില്ല. ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ ഇങ്ങനെ പല വിധത്തിലും ചിന്തിച്ചു. ഈ വെള്ളം വിഷമയമാണോ? അതുമാകാൻ വഴി കാണുന്നില്ല. കാരണം മരിച്ചു കിടക്കുകയാണെങ്കിലും മുഖത്ത് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. തൻ്റെ സഹോദരങ്ങളുടെ മുഖം തെളിഞ്ഞു തന്നെ കാണുന്നു. യമരാജനല്ലാതെ വേറെ ആർക്കും ഈ വീരന്മാരെ എതിർക്കാൻ കഴിവില്ല. ഇപ്രകാരം ഉറപ്പിച്ചുകൊണ്ട് വെള്ളം കുടിക്കുവാനായിട്ട് യുധിഷ്ഠിരൻ പൊയ്കയിലേക്ക് ഇറങ്ങി. ആ സമയത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ധർമ്മപുത്രർ ഒരു അശരീരി കേട്ടു. ഹേ യുധിഷ്ഠിര, ഞാൻ പായലും മത്സ്യങ്ങളും തിന്നുന്ന കൊക്കാണ്. നിന്റെ അനുജന്മാരെയൊക്കെ ഈ ഞാനാണ് കൊന്നത്. ഞാൻ ചോദിക്കുന്നതിന് ശരിയായിട്ടുള്ള ഉത്തരം പറയാതിരുന്നാൽ അഞ്ചാമനായിട്ടുള്ള നിന്നെയും ഞാൻ കൊല്ലും. ഉടോ യുധിഷ്ഠിര, നീ സാഹസം ചെയ്യരുത്. ഇത് എൻ്റെ പണ്ടേയുള്ള സ്വത്താണ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നിനക്ക് വെള്ളം കുടിക്കാം, കൊണ്ടുപോവുകയും ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ കാര്യവും നിന്റെ അഞ്ചന്മാരുടേതുപോലെ ആവും. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങ് ആരാണ്? വസുക്കൾ, രുദ്രന്മാർ, മരുത്തുക്കൾ എന്നിവരുടെ കൂട്ടത്തിൽ അങ്ങ് ആരുടെ നേതാവാണ്? അങ്ങ് ഏത് ദേവനാണെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പക്ഷിയല്ലെന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷിക്ക് ഇത്രയും ഗൗരവമേറിയ കാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഇത്രയും തേജസ്സുള്ള 4 വീരന്മാരെ അങ്ങ് അടിച്ച് താഴെ വീഴ്ത്തിയിരിക്കുകയാണ്. അങ്ങ് അവർ കിടക്കുന്ന കിടപ്പ് നോക്കൂ. മഹാബലവാനായിട്ടുള്ള അങ്ങ് ചെയ്ത കർമ്മം ഏറ്റവും വലുതാണ്. ദേവന്മാർക്കും ദാനവന്മാർക്കും ഗന്ധർവന്മാർക്കും യക്ഷന്മാർക്കും അപ്സരസുകൾക്കും യുദ്ധത്തിൽ തടയാൻ കഴിയാത്ത ഈ മഹാവീരന്മാരെ അടിച്ചു വീഴ്ത്തി അങ്ങ് സാധാരണ ഒരു ദേവനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് അത്ഭുതം തന്നെ. അങ്ങ് എന്ത് കാര്യത്തിനാണ് ഈ സാഹസം ചെയ്തത്? അങ്ങയുടെ എന്താഗ്രഹമാണ് ഈ ഉള്ളവൻ സാധിച്ചു തരുന്നത്? എനിക്ക് വളരെയധികം കൗതുകവും ഭയവുമുണ്ട്. എൻ്റെ ഹൃദയം ഉരുകുകയും തല പുകയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? പറഞ്ഞു തന്നാൽ. ഇത് കേട്ടിട്ട് ആ യക്ഷം പറഞ്ഞു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഞാൻ വെള്ളത്തിൽ വസിക്കുന്ന പക്ഷിയല്ല. നിന്റെ ശക്തന്മാരായിട്ടുള്ള സഹോദരന്മാരെയൊക്കെ കൊന്നത് ഞാനാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കഠിനമായിട്ടുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരൻ അല്പം മാറി നിന്നു. ജനമേജയ ആ യക്ഷൻ്റെ രൂപം കണ്ടു. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനും ഭയങ്കരമായിട്ടുള്ള ശരീരമുള്ളവനും വിരൂപമായിട്ടുള്ള കണ്ണുകളുള്ളവനും പർവ്വതം പോലെയുള്ളവനും പനിയോളം പൊക്കമുള്ളവനുമായിട്ടുള്ള അവനെ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന നിലയിൽ യുധിഷ്ഠിരൻ കണ്ടു. ആ വലിയ വൃക്ഷക്കൂട്ടത്തേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന നിലയിൽ അവനെ യുധിഷ്ഠിരൻ കണ്ടു. ആ മഹാൻ മേഘഗർജനം പോലെയുള്ള സംഭാഷണം തുടർന്നു. യക്ഷം പറഞ്ഞു, നിന്റെ ഈ അനുചരന്മാരെ ഞാൻ വീണ്ടും വീണ്ടും തടഞ്ഞിട്ടും ബലമായി വെള്ളമെടുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ അവരെ അടിച്ചു വീഴ്ത്തിയത്. നിനക്ക് ജീവിതത്തിൽ കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വെള്ളം കുടിക്കരുത്. നീ സാഹസം ചെയ്യരുത്. ഇത് എൻ്റെ പണ്ടേയുള്ള സ്വത്താണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാം. യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ യക്ഷ, നിന്റെ പണ്ടേയുള്ള സ്വത്തൊന്നും എനിക്ക് വേണ്ട. എനിക്കൊട്ടും ആഗ്രഹവുമില്ല. സജ്ജനങ്ങളൊന്നും തന്നെത്താൻ പുകഴ്ത്തുക എന്നുള്ളത് ചെയ്യില്ല. ബുദ്ധിക്ക് തോന്നുന്ന വിധം നിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. അങ്ങ് ചോദിച്ചുകൊള്ളുക. യക്ഷൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സൂര്യനെ ഉദ്ദീപിപ്പിക്കുന്നത് ആരാണ്? അവൻ്റെ കൂടെയുള്ളവൻ ആരാണ്? ആരാണ് സൂര്യനെ അസ്തമിപ്പിക്കുന്നത്? എന്തിന്മേലാണ് സൂര്യൻ്റെ നിലനിൽപ്പ്? കേട്ടിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, സൂര്യനെ ഉദിപ്പിക്കുന്നത് ബ്രഹ്മമാണ്. ദേവന്മാരാണ് കൂടെയുള്ളവർ. സൂര്യനെ അസ്തമിപ്പിക്കുന്നത് ധർമ്മമാണ്. സത്യത്തിന്മേലാണ് സൂര്യൻ്റെ നിലനിൽപ്പ്. യക്ഷം പറഞ്ഞു, എങ്ങനെയാണ് ഭേദം പഠിച്ചവനുണ്ടാകുന്നത്? മഹത്തായതിനെ എങ്ങനെ അറിയുന്നു? തുണിയുള്ളവനാകുന്നത് എങ്ങനെയാണ്? എന്തിനാലാണ് ബുദ്ധിമാനാകുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, ഗുരുവിൻ്റെ മുഖത്തു നിന്ന് വേദം പഠിക്കുന്നതിൽ നിന്നാണ് വേദപണ്ഡിതൻ ഉണ്ടാകുന്നത്. തപസ്സുകൊണ്ട് അറിവുകളെ വിലയിരുത്തുമ്പോൾ മഹത്തായിട്ടുള്ളതിനെ അഥവാ ബ്രഹ്മത്തെ അറിയുന്നു. ധൈര്യം കൊണ്ടാണ് തുണിയുള്ളവനാകുന്നത്. മുതിർന്നവരെ സേവിക്കുന്നത് കൊണ്ടാണ് ബുദ്ധിമാനാകുന്നത്. യക്ഷം വീണ്ടും ചോദിച്ചു, ബ്രാഹ്മണർക്ക് ദൈവത്തിന് തുല്യമായത് എന്താണ്? നല്ല സ്വഭാവം എന്താണ്? മനുഷ്യത്വം എന്നാൽ എന്താണ്? മോശമായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ ദുഷ്ടമായിട്ടുള്ള ധർമ്മം എന്താണ്? ഇതിന് ഉത്തരമായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ബ്രാഹ്മണർക്ക് വേദപഠനമാണ് ദേവതുല്യം. നല്ല സ്വഭാവം എന്നത് തപസ്സാണ്. ജന്യവും മരണവുമാണ് മനുഷ്യത്വം. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതാണ് മോശമായിട്ടുള്ള സ്വഭാവം. യക്ഷം വീണ്ടും ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ക്ഷത്രിയർക്ക് ദൈവതുല്യമായത് എന്താണ്? നല്ല സ്വഭാവം എന്താണ്? അവരുടെ മനുഷ്യത്വം എന്താണ്? മോശമായിട്ടുള്ള സ്വഭാവം എന്താണ്?
യുധിഷ്ഠിരൻ ഉത്തരം പറഞ്ഞു, ക്ഷത്രിയർക്ക് അമ്പെയ്ത്ത് വിദ്യയാണ് ദൈവതുല്യം, യാഗമാണ് നല്ല സ്വഭാവം, ഭയമാണ് അവരുടെ മനുഷ്യത്വം, അഭയം തേടി വന്നവരെ ഉപേക്ഷിക്കുന്നതാണ് അവർക്ക് ചേരാത്ത മോശമായ സ്വഭാവം. യക്ഷൻ വീണ്ടും ചോദിച്ചു, യജ്ഞത്തിന് അനുയോജ്യമായിട്ടുള്ള സാമം എന്താണ്? യജ്ഞത്തിന് ചേരുന്ന യജുസ് എന്താണ്? യജ്ഞം എന്തിനെയാണ് സ്വീകരിക്കുന്നത്? യജ്ഞം എന്തിനെയാണ് ലംഘിക്കാതിരിക്കുന്നത്? ഇതിന് ഉത്തരമായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, പ്രാണനാണ് യജ്ഞത്തിലെ സാമം, മനസ്സാണ് യജ്ഞത്തിലെ യജുസ്. വേദമന്ത്രത്തെ യജ്ഞം സ്വീകരിക്കുന്നു, ഇവ മൂന്നിനെയും യജ്ഞം ലംഘിക്കുന്നില്ല. യക്ഷൻ വീണ്ടും ചോദിച്ചു, കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വിതയ്ക്കുന്നതിൽ പ്രധാനപ്പെട്ടത് എന്താണ്? സുഖജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനപ്പെട്ടത് എന്താണ്? പ്രസവിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? യുധിഷ്ഠിരൻ ഉത്തരം പറഞ്ഞു, കൃഷിയിൽ വെച്ചിട്ട് മഴയാണ് ഏറ്റവും പ്രധാനം, വിതയ്ക്കുന്നതിൽ വിത്താണ് പ്രധാനം, സുഖജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പശുക്കളാണ് പ്രധാനം, ജനിക്കുന്നതിൽ വെച്ചിട്ട് പുത്രനാണ് ശ്രേഷ്ഠൻ. യക്ഷൻ വീണ്ടും ചോദിച്ചു, സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നവനും ബുദ്ധിമാനും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവനുമായിട്ടുള്ള ഒരാൾ ശ്വസിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അവൻ ജീവിക്കുന്നവനല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, ദൈവങ്ങൾക്കും അതിഥികൾക്കും ആശ്രിതർക്കും മരിച്ചുപോയ മുൻഗാമികൾക്കും, അതായത് പിതൃക്കൾക്കും തനിക്കും വേണ്ടി ആര് കർമ്മങ്ങൾ ചെയ്യുന്നില്ലയോ അവൻ ശ്വാസം കഴിക്കുന്നുണ്ടെങ്കിലും ജീവനുള്ളവനായി കണക്കാക്കപ്പെടില്ല. യക്ഷൻ വീണ്ടും ചോദിച്ചു, ഭൂമിയേക്കാൾ ഭാരമുള്ളത് എന്താണ്? ആകാശത്തേക്കാൾ ഉയർന്നത് എന്താണ്? കാറ്റിനേക്കാൾ വേഗതയുള്ളത് എന്താണ്? പുല്ലിനേക്കാൾ അധികമായിട്ടുള്ളത് എന്താണ്? അല്ലെങ്കിൽ പുല്ലിനേക്കാൾ പെരുകുന്നത് എന്താണ്? ഈ യക്ഷപ്രശ്നം എന്ന് പറയുന്ന ഭാഗം മഹാഭാരതത്തിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കേൾക്കാം. അപ്പം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി.